നമുക്കിന്ന് മലയാള അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ ഇവയാണ് മലയാള അക്ഷരമാലയിലെ 2 ഘടകങ്ങൾ. ഈ ഘടകങ്ങളിൽ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചിഹ്നങ്ങളാണ്, ഉപചിഹ്നങ്ങളാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ കുട്ടികളിലേക്കോ അല്ലെങ്കിൽ മുതിർന്ന മലയാളം അറിയാത്ത, മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് മലയാള അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളിൽ 13 അക്ഷരങ്ങളാണുള്ളത്. ഈ 13 അക്ഷരങ്ങൾ പലപ്പോഴും പറയും 15 ആണെന്ന്. അഹ എന്നുള്ളത് ഒരിക്കലും സ്വരാക്ഷരങ്ങളിൽ പെടുന്നില്ല. ലിപി പരിഷ്കരണത്തോടനുബന്ധിച്ച് അത് നീക്കം ചെയ്തിട്ടുണ്ട്. അത് തനിയെ നിൽക്കുന്നതാണ്, അനുസ്വാരവും വിസർഗവും. മറ്റ് 13 അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. അതിൽ ആക്ക് ചിഹ്നമില്ല. ആദ്യം വരുന്ന അ എന്നതിന് ചിഹ്നമില്ല. മറ്റുള്ള 12 അക്ഷരങ്ങൾക്കും ചിഹ്നമുണ്ട്. ഈ ചിഹ്നങ്ങൾക്കെല്ലാം പേരുകളുമുണ്ട്. ആ എന്നതിന് ദീർഘം എന്നാണ് പറയുക. ഈക്ക് വള്ളി എന്നും ഉ എന്നതിന് കുനിപ്പെന്നും കെട്ടുവള്ളി എന്നും കെട്ടുള്ള കുനിപ്പ് എന്നൊക്കെ പറയും. ഋകാരം എന്ന് പറയാം. ഇതിനേക്കാളും നല്ലത്, നമ്മൾ ഈ അക്ഷരങ്ങളുടെ പേരുകൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഈ കാരം ഉകാരം എന്ന് പറയുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാക്കുക. കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഇങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം വരുന്നത് അക്ഷരങ്ങളുടെ വലതുവശത്താണ്. അതായത് ക എന്നെഴുതിയതിന് ശേഷം വലതുവശത്താണ്, കണ്ടോ, വ്യഞ്ജനാക്ഷരത്തിൻ്റെ വലതുവശത്താണ് ചിഹ്നങ്ങൾ വരുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയും ചിഹ്നങ്ങൾ, 6 സ്വരാക്ഷര ചിഹ്നങ്ങൾ വലതുവശത്താണ് വരുന്നത്. ഋ കഴിഞ്ഞിട്ട് വരുന്ന 3 സ്വരാക്ഷരങ്ങൾ കണ്ടോ, എ ഐ, അവയുടെ ചിഹ്നങ്ങൾ ഇടതുവശത്താണ് വരുന്നത്. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇടതുവശത്ത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇടതുവശത്ത് ഇട്ടത്. അതിനുശേഷം വരുന്നത് 2 വശത്തും വരുന്നു, ഓയും ഓയും. പിന്നെ വരുന്നത് ഔ ആണ്. അത് വലതുവശത്താണ് ചിഹ്നം വരുന്നത്. ഇങ്ങനെ ഓരോ അക്ഷരത്തിൻ്റെയും ചിഹ്നം ഏതു വശത്താണെന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും കുട്ടികളെ പറഞ്ഞ് നാം മനസ്സിലാക്കിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. വ്യഞ്ജനാക്ഷരത്തിൻ്റെ വലതുവശത്ത് വരുന്ന സ്വരചിഹ്നങ്ങളാണിവ. കണ്ടോ, കാ, കി, കീ, കു, കൂ, കൃ. ഒന്നും കൂടെ വലതുവശത്ത് വരും, ഔ എന്നതിൻ്റെ ചിഹ്നം, ഔ, കൗ. അടുത്ത 3 സ്വരാക്ഷരങ്ങൾ എ ഐ കണ്ടോ, അവ ഇടതുവശത്താണ് വരുന്നത്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അടുത്തത് 2 വശത്തും വരുന്നതാണ്. കണ്ടോ, 2 വശത്തും വരുന്നുണ്ട്, ഒരു പുള്ളിയും ഒരു ദീർഘവും, അതുപോലെ കെട്ടുപുള്ളിയും ദീർഘവും. രീതിയിൽ കുട്ടികളെ തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ചിഹ്നം ഉപയോഗിച്ച് എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ, പേരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ അവർ മലയാള അക്ഷരങ്ങളും മലയാള വാക്കുകളും സ്വായത്തമാക്കും. താങ്ക് യു.